ഹലോ, എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളിയായിട്ടുള്ള ചപ്പാത്തി, പൂരി, അപ്പം, ചോറ് ഇവയ്ക്കൊപ്പം കഴിക്കാൻ പറ്റും നല്ലൊരു സൈഡ് ഡിഷ് ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ ഡിഷ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അളവ് ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് പറഞ്ഞു തരാം. അപ്പോൾ ഈ ഡിഷ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ നമുക്ക് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി സ്റ്റൗ ഓൺ ചെയ്ത് അടുപ്പ് കത്തിച്ചു കൊടുക്കാം. ഇപ്പോൾ പാൻ അത്യാവശ്യം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കടുക് എല്ലാം പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു പച്ചമുളക് ചോപ്പ് ചെയ്തത്, 5 വലിയ അല്ലി വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ചോപ്പ് ചെയ്തിട്ട് കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. കണ്ടില്ലേ, ഇതാ ഈ ഒരു പരുവമാകുമ്പോഴേക്കും നമുക്കൊരു വലിയ സവാള ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവാളയുടെ കളർ ചെറുതായി ഒന്ന് മാറി വരുന്നത് വരെ വേണം വഴറ്റി കൊടുക്കാനേ. കണ്ടില്ലേ, സവാളയുടെ കളറെല്ലാം അത്യാവശ്യം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, ഒരു പിഞ്ചളവിൽ കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ പൊടികളുടെ പച്ചമണം എല്ലാം മാറി ഇതാ ഈ ഒരു പരുവത്തിനാവുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് ഒരു പിടി മല്ലിയില ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എല്ലാം കൂടി. ഇത്രയും മതി കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് തണുക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ടൊന്ന് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തൈര് 1 കപ്പ് ഒഴിച്ചു കൊടുക്കാം. പുളിയില്ലാത്ത തൈര് വേണം ഇതിനായിട്ട് എടുക്കേണ്ടത് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ നോർത്ത് ഇന്ത്യൻ ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ഈ ഡിഷ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.